ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദനേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ നരകാസുരവധം വരികൾ സഹിതം തുടരുന്നു. നമസ്തേ പീതാഭഗ സന്തോഷപാലയമാം സമസ്ത കർമ്മങ്ങളാലതിന്നു നമസ്കാരം. ഇങ്ങനെ ഭൂമി സ്തുതിച്ച നേരം മുകുന്ദനം വന്നോരു മോദത്തോടെ ഭൂമിയെ അയച്ചിതു. ഭൗമമന്ദിരം പൊക്കു ഭഗദത്തനാം വീരം ഭൂമിപനാക്കി വച്ചു മാധവനന്തരം. മുന്നമേ നരകനു നൽകിയോരസ്ത്രമതു ഒന്നുമേ ഉപകരിയാകയാലതു പിന്നെ വനായ ഭഗദത്തനുമതുപോലെ നന്ദജൻ പറഞ്ഞങ്ങു കൊടുത്തു വേഗത്തോടും. മുന്നം ദാനവൻ ബന്ധിച്ചിടിന കന്യാജനം തന്നെ ബന്ധനം നീക്കിട്ടൻപോടു ജനാർദ്ദനൻ കന്യകമാരെ നന്നായി പറഞ്ഞു മോദമാക്കി. കന്യകമാരും കൃഷ്ണൻ തന്നെ കണ്ടതുമൂലം കാമപീഡിതരായിട്ടിന്നിവൻ ഭർത്താവാകയസ്മാകമപേക്ഷയെന്നർത്ഥിച്ചാർ മനസ്സിങ്കൽ. അവ്യാജഭക്തിയോടെ കന്യകമാരെല്ലാരും അവ്യയൻ കൃഷ്ണൻ തന്നെ ചിന്തിച്ചിതറികടൂ. വിധിമോദേന സ്നാനപാനാശനം ചെയ്യിച്ചു മാധവൻ കന്യകമാർക്കൊക്കവേ വസ്ത്രാദ്യങ്ങൾ തൃപ്തിയാം വണ്ണം കൊടുപ്പിച്ചുടൻ ശിബീകമേൽ സപ്തമങ്ങളെ എടുപ്പിച്ചു ദ്വാരകയ്ക്കായി അയച്ചു ജഗൽപതി മാധവൻ നാരായണൻ. മായാമാനുഷൻ ക്ഷീരവാരിധി ജാതങ്ങളായി ധവളവർണ്ണമായി 4 കൊമ്പുകളോടും പർവ്വത തുല്യങ്ങളായിടിന ഗജങ്ങളിൽ ഒന്നിനെ ഭഗദത്തൻ തനിക്കും നൽകി ശേഷം നിന്നീടും 62 ദ്വാരകയ്ക്കായി കൊടുത്തു വിട്ടിടിനാൻ അർത്ഥഭൂഷണത്തോടും. കടന്മാരും ചെന്നു ദ്വാരകപുക്കാർ. വാരിജേക്ഷണൻ സത്യഭാമയുമൊരുമിച്ചു പാരാതി ദിവം ബുക്കു വന്ദിച്ചാനതിഥി. കുണ്ടലം അതിഥിക്കു നൽകിയ നേരം അവൾ നന്നായി വരികെന്നു ചൊല്ലിനാൾ മോദത്തോടെ. ഇന്ദ്രനും കൃഷ്ണൻ തന്നെ പൂജിച്ച ഭക്തിയോടും ഇന്ദ്രാണി ഭാമ തന്നെ സൽക്കരിച്ചതു മോദാൽ.
യാത്രയം ചൊല്ലിപ്പോരും നേരത്തു മുകുന്ദനോടാസ്തയാ സത്യഭാമ കൽപ്പകാശയ ചൊന്നാൾ. എന്നേതു നമുക്കങ്ങു കൊണ്ടുപോകുകയും വേണം എന്നവൾ താൽപര്യമായി പറകമൂലം കൃഷ്ണൻ പാരിജാതാഗരുവും പകുത്തുകൊണ്ടു വേഗം ആരൂഢമോദത്തോടു നടന്നു തുടങ്ങിനാൻ. കുണ്ടല ഛത്രമതം പാരി കുണ്ടല ഛത്രമതും നീക്കമെന്നിയെ കൊടുത്തിങ്ങു പോരുന്ന നേരം പാരിജാതത്തിൻ കൊമ്പു കൊണ്ടുപോന്നതു കണ്ട് പാരിച്ച കോപമോടി ചെന്നിതു മകേന്ദ്രനും. ഐശ്വര്യമത്തമതാലിങ്ങനെ കുസുമത്താൽ ഈശ്വരനോടു യുദ്ധം തുടർന്നു ചിത്രം ചിത്രം. ദേവതാഗണത്തെയും ജയിച്ചു മുകുന്ദനും കേവലം മോദാൽ ചെന്നു ദ്വാരകാപുരം പൊക്കു. കോമളമായുള്ളൊരു പാരിജാതത്തെ സത്യഭാമതൻ ഗൃഹത്തിങ്കൽ വച്ചിതു വഴിപൂലി. അത്തരു കുസുമത്തിൻ സുഗന്ധം പരന്നിടും 10 യോജന ദിശേ സാന്ദ്രമായൊരു പോലെ. തന്നടി ഗൃഹി മണിവയ്ക്കാകമൂലം ഭാമ തന്നുള്ളിൽ ശോകം തീർപ്പാനാമിതെന്നൊരു പക്ഷം മുന്നമിങ്ങയച്ചൊരു രാജകന്യകമാരി നന്ദജൻ കൃഷ്ണൻ ഓരോ നാരിമാർക്കോരോ രൂപം ധരിച്ചു വേട്ടിയിടിനാൻ. 16 സഹസ്രമങ്ങൊരുമിച്ചൊരു ദിനമേകദാ മുഹൂർത്തത്തിൽ എല്ലാവർക്കും ഓരോ മണിഗ്രഹങ്ങൾ തീർപ്പിച്ചതിൽ എല്ലാ നാരികളോടും കൂടി മാധവൻ താനും അല്ലലെന്നിയെ വസിപ്പിച്ചു വാണിതു കൃഷ്ണൻ. കല്യാണിമാരുമാനുസംഗൻ നാരായണൻ നല്ലൊരു ഗൃഹസ്ഥനായി വാണിതു വഴി പോലെ. ലജ്ജയും അനുരാഗ സന്തോഷ സൗഖ്യങ്ങളോടബ്ജപത്രേക്ഷണമാർ ലോകൈക പരിയായ കാന്തനുമൊരുമിച്ചു വാണിതു നാരീജനം. ചിന്തയിൽ വൈരത്തിനു ബന്ധവുമുണ്ടായില്ല എന്നല്ല അനുരാഗം മേൽക്കുമേലുണ്ടായി വന്നു. എല്ലാ നേരവും എന്നോടൊന്നിച്ചൻ ഗൃഹത്തിങ്കൽ മല്ലലോചനൻ വസിക്കുന്നതെന്നോർക്ക മൂലം എന്നിലെന്നിയേരുതി മറ്റില്ല കൃഷ്ണനെന്നു സുന്ദരിമാർക്കു തോന്നി വൈരമില്ലതിനാലേ. സർവാത്മാ പരിപൂർണം തന്നുടെ മായയാലേ നിർവികാരാത്മാവിങ്കലീ വണ്ണം തോന്നിച്ചോരോ ഭേദവിഭ്രമാൽ കളിപ്പിച്ചിതു പാർക്കിൽ. പിന്നെ ഭേദമേതുമേയില്ലെന്നാകിലും തോന്നിച്ചിടും ബോധരൂപനായി പരബ്രഹ്മമമ്പരതുല്യൻ മാധവൻ മായാമയൻ മായാതീതനാം വിഷ്ണു. മാനിനിമാരായുള്ളോർക്കിത്തരം തോന്നിച്ചതു മനസ്സേ വിചാരിച്ചാൽ എന്തോരത്ഭുതമിടൂ. നമസ്തേ. അടുത്ത ഭാഗം ദമ്പതി വിനോദം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ
ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാം മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ അടുത്ത ഭാഗം ദമ്പതി വിനോദം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.